പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോധം കെട്ട് കിടക്കുന്ന കമലാമ്മയെ വിക്രം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. വിക്രമിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ കാരണമാണ് വിക്രം നമ്മുടെ അമ്മ ഇങ്ങനെ സീരിയസ് ആയി കിടക്കുന്നത്. നീ എന്തിനാ അമ്മയുടെ വാശി അമ്മയ്ക്ക് നിനക്ക് അറിയാവുന്നതല്ലേ. അമ്മ പറയുന്നത് നീ അനുസരിക്ക്, അതാണ് നിനക്ക് നല്ലതെന്ന് വിഷവും വിനയൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ മാഷിനോട് വന്ന് പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ്, പ്രഷർ താഴ്ന്നിട്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു, സ്റ്റേബിൾ ആവുന്നില്ല, അമ്മയ്ക്ക് എന്തോ വലിയ ടെൻഷനുണ്ട്, എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവർക്കും തന്നെ വളരെ വിഷമാവുന്നുണ്ട്. മാഷാണെങ്കിൽ കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ലെന്ന് വിചാരിച്ചതാണ്, നിന്നോടൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ആദ്യമായി നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നു. എൻ്റെ കമലത്തിൻ്റെ ജീവൻ അതിപ്പോൾ നിൻ്റെ കയ്യിലാണ്. അവളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവില്ല, ഞാനില്ലാതെ അവൾക്കും. അതുകൊണ്ട് അവൾ പറയുന്നത് നീ അനുസരിക്കണം, എന്ത് തന്നെ ആയാലും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിക്രമിന് വളരെ വിഷമാവുന്നുണ്ട്. അച്ഛൻ അപേക്ഷിക്കുന്നത് പോലെയാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് സിസ്റ്റർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ബോധം വന്നിട്ടുണ്ട്, കുറച്ചൊരു കുറവുണ്ട് അമ്മയ്ക്ക്. ഈ വിക്രം എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ആരാണ് വിക്രം? എന്തായാലും ഈ വിക്രം ഒന്ന് അകത്ത് ചെന്നിട്ട് അമ്മയെ കണ്ടോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അമ്മേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കമലാമ്മ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ഓക്സിജൻ മാസ്ക് കൊണ്ട് കമലാമ്മ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ട അമ്മേ, അമ്മ കിടന്നോളൂ, അമ്മ ഒന്നും സംസാരിക്കുന്നതെന്ന് വിക്രമും പറയുന്നുണ്ട്. പക്ഷെ കമലാമ്മ പറയുന്നുണ്ട്, വിക്രം നീ ഞാൻ പറഞ്ഞത് അനുസരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറ്റില്ലെന്ന് തന്നെ പറയുന്നുണ്ട്. അമ്മ ഇപ്പോൾ അതിനെ പറ്റിയൊന്നും സംസാരിക്കേണ്ട, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അമ്മ ഇപ്പോൾ എന്തെങ്കിലും കുടിക്കൂ, കുറച്ച് ജ്യൂസോ എന്തെങ്കിലും അമ്മ കുടിക്കൂ എന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല, ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. നീ വിവാഹത്തിന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ കുടിക്കൂ. എന്നെ നിനക്കറിയാലോ വിക്രം, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. നിന്നെ ഒരു കുട്ടിയും കുടുംബവും ഒക്കെയായി കണ്ടിട്ട് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് സാധിക്കില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് മരിച്ചു പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിക്രമിന് വളരെ വിഷമമാവുന്നുണ്ട്. വിക്രമിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. അങ്ങനെ കമലാമ്മയോട് സമ്മതിക്കുകയാണ് വിക്രം. ശരി അമ്മേ, അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് കമലാമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് വിക്രം. കമലാമ്മ സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല കമലാമ്മയ്ക്ക്. ഇവിടെ മോനെ നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ, അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. പക്ഷേ എൻ്റെ ജീവിതം എപ്പോൾ എവിടെ ഇല്ലാതാവുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. ഇനി ആ കുട്ടിയുടെ ജീവിതം നശിക്കുകയാണെങ്കിൽ അമ്മയുടെ ഉത്തരവാദിത്വമാണത്, എൻ്റേതല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കമലാമ്മ അതൊന്നും കേൾക്കുന്നില്ല. കമലാമ്മയുടെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എടാ വിനയ ഓടിവാടാന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. കമലാമ്മയുടെ വിളി കേട്ടുകൊണ്ട് എല്ലാവരും പുറത്തു നിന്നും അകത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. നിങ്ങൾ കേട്ടോ ഇവൻ പറഞ്ഞത്? വിക്രം വിവാഹത്തിന് സമ്മതിച്ചു എന്ന് കമലാമ്മ മാഷിനോട് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് കമലാമ്മ പറഞ്ഞു, ഇനി ജ്യൂസ് എടുത്തോ ശ്രീജെ, ഇനി ഞാൻ കുടിച്ചോളാം, ഞാൻ ഭക്ഷണം കഴിച്ചോളാം, ജ്യൂസും കുടിച്ചോളാം, വേഗം കൊണ്ടുപോവാ എന്ന് പറയുന്ന സമയത്ത് ശ്രീജ ഇതാ വരുന്നു അമ്മ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ കമലാമ്മ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരെ കാണാനായി രാധയും രാധയുടെ അമ്മയും വരുന്നുണ്ട്. കുറച്ച് സ്വീറ്റ്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഏയ് കമലേച്ചി ഹോസ്പിറ്റലിലായെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഈ രാധ നന്ദിനിക്ക് വിളിച്ചപ്പോൾ ഉടനെ തന്നെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് ഇത്രയും നേരം ഞങ്ങൾ ഇരുന്നതെന്ന് പറയുന്നു. അതിനെന്താ, അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ സുഖമായിട്ട് ഇരിക്കണു, ഒരു പ്രശ്നവുമില്ലെന്ന് കമലാമ്മയും പറയുന്നുണ്ട്. അങ്ങനെ രാധ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ വിക്രം ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഏടാ അമ്മ വിക്രമിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, നീ എന്തിനാ അവനെ നോക്കുന്നത്? അവൻ വിവാഹത്തിനൊക്കെ സമ്മതിച്ചു, അവനക്ക് പൂർണ്ണ സമ്മതമാണെന്ന് കേൾക്കുമ്പോൾ രാധയുടെ അമ്മയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ നമ്മുടെ വിക്രം റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. വിനയൻ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, ഏയ് നന്ദിനി, നിനക്ക് തോന്നുന്നുണ്ടോ ഈ വിക്രം രാധയെ വിവാഹം കഴിച്ച് മര്യാദയ്ക്ക് കുടുംബം നോക്കി പോകുമെന്ന്? നീ ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നല്ല കുട്ടിയായിരുന്നു നമ്മുടെ വേദ. പണത്തിന് പണം, സൗന്ദര്യത്തിന് സൗന്ദര്യം, ജോലിയാണെങ്കിൽ ജോലി, പിന്നെ എത്ര ബുദ്ധിയുള്ള പെൺകുട്ടിയായിരുന്നു. എന്തുകൊണ്ടും രാധയേക്കാൾ മുന്നിൽ തന്നെയായിരുന്നു നമ്മുടെ വേദ.
എന്നിട്ട് അവളെ ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചത്? അവൻ അവളെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കുകയല്ലേ ചെയ്തത്. പിന്നെ രാധയുടെ കാര്യം എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തുകൊണ്ടും വേദയേക്കാൾ നല്ലത് രാധ തന്നെയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ അവളെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ എന്നെയും അവളെയും കൂടി നോക്കിയാൽ ഞാനല്ലേ അവളെക്കാൾ ഒരു പടിക്കും മുൻപ്, ഞാനല്ലേ പണക്കാരി, അവൾ താഴ്ന്ന കാശില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയല്ലേ. അപ്പോൾ ഈ വീട്ടിൽ ആർക്കാ മര്യാദ ഉണ്ടാവുക? കുറച്ചെങ്കിലും അമ്മയ്ക്ക് സ്നേഹം കൂടുതൽ എന്നോടല്ലേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവൻ വിവാഹം കഴിക്കട്ടെ എന്ന് വെച്ച് മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായ മനുഷ്യ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിനയം പറയുന്നുണ്ട്, ഓഹോ ഇതായിരുന്നു നിന്റെ ചിന്ത, എനിക്കത് മനസ്സിലായില്ല, അത്രയും ബുദ്ധിയൊന്നും എനിക്ക് പോയില്ല. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, എന്തായാലും ഇനി വേദ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ ഇരിക്കേണ്ട. അവളെ ഒരിക്കലും ഇങ്ങോട്ട് ഇനി കയറി വരികയും വേണ്ട. അവൾ കയറി വന്നാൽ എൻ്റെ സമാധാനം എല്ലാം പോകും, ആർക്കും എന്നോടൊരു സ്നേഹവും ഉണ്ടാവത്തില്ല എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട്. ശ്രീജ വിശ്വത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഫോണും നോക്കിക്കൊണ്ടിരുന്നോ? ഇവിടെ നടക്കുന്നത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? വിക്രം 2-3 ഉരുള ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. മതിയെന്നും പറഞ്ഞുകൊണ്ടാ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയിരിക്കുന്നത്. അവനിക്ക് വിവാഹത്തിന് ഒട്ടും തന്നെ സമ്മതമില്ല. അമ്മ എന്തുദ്ദേശത്തിലാണ് വിക്രമും രാധയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നത്? ഇപ്പോഴും നമ്മുടെ വേദയുടെ കഴുത്തിൽ വിക്രം കെട്ടിയ താലി കിടപ്പുണ്ട്. അതിനെപ്പറ്റി എന്താ നമ്മുടെ അമ്മ ചിന്തിക്കാത്തത്? ഇത് കേട്ട് വിഷം പറയുന്നുണ്ട്, നീ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയുടെ വാശി നിനക്ക് അറിയാവുന്നതല്ലേ. വിക്രത്തിന് സമ്മതമല്ലെങ്കിലും അമ്മ ഈ വിവാഹം നടത്തിയിരിക്കും. ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, ഇതെങ്ങനെയാണ് നമ്മുടെ വേദ സഹിക്കുന്നത്? അവളുടെ കണ്ണിൽ കലങ്ങിയ കണ്ണുകളാണ് എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത്. അവൾ ഒരിക്കലും ഇത് സഹിക്കാൻ അവൾക്ക് പറ്റത്തില്ല. എന്നാലും ഒരാളുടെ കഴുത്തിൽ താലി കിടക്കുന്ന അതേ സമയത്ത് തന്നെ വേറൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റത്തുണ്ടോ? ഇതൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് അമ്മ എന്താ ഇതൊന്നും ചിന്തിക്കാത്തത്? എനിക്ക് രാധയെ ഇഷ്ടമായിരുന്നു പണ്ട്. രാധ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിക്രമിൻ്റെ ജീവിതം വളരെ സേഫായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നന്നായി പെരുമാറാൻ അവൾക്ക് അറിയാമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ വേദയെ താലി കെട്ടിക്കൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. വേദ ഇവിടെ വന്നതിന് ശേഷം രാധയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളെല്ലാം പോയിരുന്നു. പിന്നീട് എനിക്ക് ഇഷ്ടം വേദയോട് മാത്രമായി. അവളിവിടെ എന്ന് ഇറങ്ങിപ്പോയത് കലങ്ങിയ കണ്ണുകളോടെയാണ്, വളരെ വിഷമത്തോടെയാണ്. ആ താലി അവൾ ഒരിക്കലും അവളുടെ കഴുത്തിൽ നിന്ന് ഊരത്തില്ല. അവളുടെ ജീവിതത്തിൽ എന്നും പുരുഷനായി നമ്മുടെ വിക്രം മാത്രമേ ഉണ്ടാവൂ. എനിക്ക് അവളോട് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിഷം പറയുന്നുണ്ട്, നീ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നീ മിണ്ടാതിരുന്നോ. ഇവിടെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ശ്രീജെ. നീ ഇത് മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല, നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് വിഷം. കമലാമ്മ ശ്രീനിവാസൻ സാറിനെ കാണാനായി വരുന്നുണ്ട്. കമലാമ്മയെ കണ്ടത് ശ്രീനിവാസൻ സാർ സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട്. അമ്മ എൻ്റെ വീട്ടിൽ വന്നല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് മനസ്സിൽ തട്ടിയാണോ അതോ എല്ലാവരെയും ഈ പ്രായത്തിലുള്ള എല്ലാവരെയും വിളിക്കുന്നത് പോലെ നീ വിളിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീനി സാറ് പറയുന്നുണ്ട്, എന്താ അമ്മ, ഞാൻ മനസ്സിൽ തട്ടി, എൻ്റെ അമ്മയെപ്പോലെ കരുതി തന്നെയാണ് ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നത്. എന്തായാലും അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ, എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം കമലാമ്മ പറയുന്നുണ്ട്, എൻ്റെ വിക്രത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. അവൻ ഈ നിലയിൽ ആയത് ഒരു കാരണക്കാരൻ എൻ്റെ ഭർത്താവ് തന്നെയാണ്, മറ്റൊരു കാരണക്കാരൻ നീയാണ്. ഇപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പും എല്ലാം നീയാണെന്ന് പറയുമ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു അമ്മയെന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അത് പക്ഷേ ഞങ്ങൾക്ക് അത്ര സുഖമായി തോന്നുന്നില്ല, എനിക്കതിലൊരുപാട് സങ്കടമുണ്ട്. അവൻ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, വളരെ മോശപ്പെട്ട സമയത്ത് അവനെ സഹായിച്ചിട്ടുമുണ്ട്. അതിന് പ്രത്യുപകാരമായി അവൻ നിൻ്റെ ഒപ്പം കൂടി, അവൻ ഇങ്ങനെയെല്ലാമായി, ഇവനിപ്പോൾ റൗഡിയായി. പക്ഷേ അതിൽ നിന്നും ഒരു സാധാരണപ്പെട്ട മനുഷ്യനുമായി തിരിച്ചു വരണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എനിക്കിത് സ്വന്തമായി കിട്ടണം. അതിനർത്ഥം നീ എനിക്കവനെ തിരിച്ചു തരണം, എൻ്റെ മകനായി, എൻ്റെ പഴയ വിക്രമായി എനിക്ക് തിരിച്ചു തരണം. ഞാൻ നിന്നോട് കെഞ്ചുവാണെന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ കരഞ്ഞുകൊണ്ട് തൻ്റെ സാരി എടുത്ത് ശ്രീനിവാസൻ സാറിൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, നീ എൻ്റെ വിക്രത്തെ എനിക്ക് ഭിക്ഷയായി തരണം, ഞാൻ നിന്നോട് യാചിക്കുകയാണ്,